ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിലെ പാറ്റേൺ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളോട് വീഡിയോ ചോദിച്ചിരുന്നു. അതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു പാനൽ കട്ട് ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ലൈനിങ്ങിൽ തന്നെയാണ് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 മീറ്റർ ലൈനിങ് ആണ് ഞാനിവിടെ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. 2 മീറ്റർ ലൈനിങ് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. 4ആയിട്ട് മടക്കിയിട്ടതിൻ്റെ ടോട്ടൽ ലെങ്ത് കാണിക്കുന്നത് നമ്മളിവിടെ 40 ഇഞ്ചാണ് കേട്ടോ. 40 ഇഞ്ചാണ് ഞാനിവിടെ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതെ, നമുക്ക് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 5 ഇഞ്ച് വീതി ഇതേ നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഫസ്റ്റ് നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ 5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ പോർഷൻ, ഏറ്റവും താഴത്തെ പോർഷനിൽ 12 ഇഞ്ച് വീതിയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ പാനൽ കട്ടിൻ്റെ ഫസ്റ്റ് പോർഷൻ്റെ ലാസ്റ്റ് പോർഷൻ്റെ മാർക്കിങ്ങാണ് നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നിടത്ത് നിന്ന് താഴത്തേക്ക് 16 ഇഞ്ച് നീളം താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 16 ഇഞ്ച് നീളത്തിൻ്റെ അവിടെ 5 ഇഞ്ച് വീതി തന്നെയാണ് കേട്ടോ വരുന്നത്. 5 ഇഞ്ച് വീതിയിൽ നിന്ന് നമ്മൾ 16 ഇഞ്ച് നീളം താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുത്തേക്കുവാണ്. ആ 16 ഇഞ്ച് നീളം അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്ന സ്ഥലത്തും 5 ഇഞ്ച് വീതി തന്നെയാണ് വരുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. ഈ മീഡിയം സൈസ് വരെ ഉള്ളവർക്ക് നമുക്ക് ഇതുപോലെ തന്നെയാണ്, സെയിം കട്ടിങ് തന്നെയാണ് കേട്ടോ വരുന്നത്. മീഡിയം വരെ ഉള്ളവർക്ക് ഈ സെയിം കട്ടിങ് ഒരു പകുതി വരെ ഫോളോ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതെ, നമ്മൾ 16 ഇഞ്ച് വരെ നമ്മൾ അടയാളപ്പെടുത്തിയത് 5 ഇഞ്ച് വീതിയിലാണ്. ഇനി ആ 16 ഇഞ്ചിന് താഴത്തേക്കുള്ള പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഓൾറെഡി 12 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ 16 ഇഞ്ചിൽ നിന്ന് നമ്മൾ 12 ഇഞ്ചിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചരിച്ച് വെച്ച് നമ്മൾ അതിനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണേ. പാനൽ കട്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫസ്റ്റ് 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. 16 ഇഞ്ച് വരെ സെയിം ആ 5 ഇഞ്ച് തന്നെ വരും. അതിനുശേഷം നമ്മൾ ആ 5 ഇഞ്ചിൽ നിന്നും 12 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് ബോട്ടം പോർഷനിൽ, ഏറ്റവും താഴത്തെ പോർഷനിൽ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റർ പോർഷൻ നമ്മളിതേ കട്ട് ചെയ്ത് കഴിഞ്ഞു ആ ഡ്രസ്സിൻ്റെ. ഇനി നമ്മൾ അതിൻ്റെ സൈഡ് പോർഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളിതേ ആ തുണി തന്നെ നേരെ മറിച്ചിടുവാണ്. മറിച്ചിടുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷനാണ് നമ്മളിത് ഇതിലേക്ക് യോജിപ്പിച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ച് കൊടുക്കുവാണ്. ഇനിയാണ് നമ്മൾ ബാലൻസ് പോർഷൻ, പാനൽ കട്ടിൻ്റെ ബാലൻസ് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ഇത് കാണിക്കുന്നത്. നമ്മളിവിടെ കട്ടിങ് വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ നമ്മളിപ്പം കാണിക്കുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കട്ടിങ് വീഡിയോ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ജോയിൻറ്റ് നമ്മൾ കട്ട് ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ജോയിൻ ചെയ്യേണ്ട പോർഷൻ ആണല്ലോ. അപ്പോൾ ജോയിൻറ്റ് വരാൻ നേരത്ത് അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. 4 പീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ടല്ലോ, പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് പേൾപ്പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കണം. അവിടെ ഓവർലാപ്പ് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. അതിന് ശേഷം ഓവർലാപ്പ് ചെയ്ത് ഞാൻ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ മേൽഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. മേൽഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആ 16 ഇഞ്ച് വരെ നമ്മൾ 5 ഇഞ്ച് വീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ 16 ഇഞ്ച് വരെ നമ്മൾ കൃത്യമായിട്ടത് വെച്ച് കൊടുക്കണം. 16 ഇഞ്ച് വരെ നമ്മൾ കൃത്യമായിട്ടെടുത്ത് താഴത്തേക്ക് വരുമ്പോൾ ഓവർലാപ്പ് ചെയ്ത് കിടന്നാലും നമുക്കിപ്പം കുഴപ്പമില്ല. പക്ഷേ 16 ഇഞ്ച് വരെയുള്ള പോർഷൻ നമ്മൾ കൃത്യമായി വെച്ച് കൊടുത്ത് പേൾപ്പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കുത്തി കൊടുക്കണം. അവിടെ കുറച്ച് സീം അലവൻസ് മാത്രമേ ഞാൻ അതിലേക്ക് എടുക്കുന്നുള്ളൂ. ഓവർലാപ്പ് ചെയ്ത് കയറ്റിയൊന്നും വെച്ചിട്ടില്ല. കറക്റ്റ് സീം അലവൻസ് നമുക്ക് എന്തോരം ഒരു 4 ഇഞ്ച്, അതെന്തോരം വേണോ ആ 4 ഇഞ്ച് വെച്ചിട്ടാണ് പേൾപ്പിന് വെച്ച് കുത്തി കൊടുക്കുന്നത്. അങ്ങനെ 16 ഇഞ്ച് വരുന്നത് വരെ നമ്മൾ ആ പേൾപ്പിന് കറക്റ്റായിട്ട് കുത്തി വെച്ച് കൊടുക്കുകയാണേ. അങ്ങനെ കണ്ട ഈ ഒരു 4 ഇഞ്ച് ഡിഫറൻസേ നമ്മൾ വരുത്തുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഡിഫറൻസിൽ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാൻ 3 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്.
ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ വഴിയേ മാർക്ക് ചെയ്യുന്നതാണ്. അത് നമുക്ക് വീഡിയോയിൽ ഫുൾ ത്രൂ ഔട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്ക് നെക്കും. അപ്പോൾ ഫ്രണ്ട് നെക്കിന് വേണ്ടി 3 ഇഞ്ച് വീതി ഞാൻ എടുത്തിട്ടുണ്ട്. താഴത്തേക്കുള്ള നീളം 5.5 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. 5.5 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു ഷേപ്പ് നെക്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ 1 ഇഞ്ച് മേളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 4.5 ഇഞ്ച് ആകുമ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 4.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തെ 5.5 ഇഞ്ചിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ നെക്ക് എടുക്കാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് കയറ്റി നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. നമ്മൾ കാണുമ്പോൾ പാനൽ കട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആയിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. 3 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്, ടോട്ടൽ ഞാൻ ഷോൾഡർ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ആ തുണി മടക്കിയിട്ടേക്കുന്ന ഭാഗത്ത് നിന്ന് ടോട്ടൽ 6 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ ആം ഹോള് മാർക്ക് ചെയ്യുന്നത് താഴത്തേക്ക് 6.5 ഇഞ്ച് നീളം താഴത്തേക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നതെല്ലാം സ്മോൾ സൈസ് വരെയുള്ള ഷേപ്പുകളാണ്. ഇതുവരെയുള്ള ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പാറ്റേൺ എല്ലാം ഒരു മീഡിയം വരെ നമുക്ക് യൂസ് ചെയ്യാം. അത് അത്രയും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സ്മോളും മീഡിയവും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം. 6.5 വരെ ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ 6.5യിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആം ഹോളിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. ഞാനിവിടെ സ്മോൾ സൈസ് ആയതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മീഡിയം കാരുടെ അളവുകളും കൂടി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. മീഡിയം കാരുടെ ചെസ്റ്റ് സൈസ് നമ്മൾ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മീഡിയം കാർക്കും അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി മീഡിയം കാർ വരാൻ നേരത്ത് 12.5 ഇഞ്ച് ചെസ്റ്റ് എടുക്കണം. ഇവിടെ നോർമൽ അത് സ്മോൾ കാർ വരാകുമ്പം 10.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം വരുമ്പോൾ നമ്മളൊരു 12 ഇഞ്ച് 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ ഈ സൈഡ് പോർഷനിലാണ് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. സെൻറ്റർ പോർഷനിലല്ല നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. സെൻറ്റർ പോർഷനല്ല, മീഡിയം വരെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മൾ മീഡിയം സൈസ് വരുമ്പം ഡിഫറൻസ് കൊണ്ടുവരുന്നത്. എനിക്കായതുകൊണ്ട് ഞാൻ 10.5 മാർക്ക് ചെയ്ത് കൊടുത്തു. മീഡിയം കാരുടെ 12.5 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളിൽ ആ കെർവ് നമ്മൾ സ്മോൾ സൈസിന് 1 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 1 ഇഞ്ച് ആ കെർവിൻ്റെ മേളിലേക്ക് കയറ്റി വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മീഡിയം സൈസിലോട്ട് വരുമ്പോൾ നമ്മളതൊരു 1.5 ഇഞ്ചാക്കി കൂടുതൽ കൊടുക്കണം. 1.5 ഇഞ്ച് നമ്മൾ മേളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കെർവാക്കി എടുത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 16 ഇഞ്ചാണല്ലോ നമ്മൾ ഓൾറെഡി ആ ഒരു ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. നേരത്തെ മാർക്ക് ചെയ്തപ്പോൾ 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 16 ഇഞ്ചിൻ്റെ അവിടെ നമ്മുടെ എൻ്റെ അളവ് വരുന്നത് 11.5 ഇഞ്ച്. അതായത് നമ്മൾ 10.5 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ പോർഷനിൽ അടയാളപ്പെടുത്തി കൊടുത്തത്. അതിൽ നിന്ന് എക്സ്ട്രാ 1 ഇഞ്ച് 1/2 ഇഞ്ചും കൂടെ കൂട്ടി ഞാൻ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ചാണ് ഞാനിവിടെ എക്സ്ട്രാ എടുക്കുന്നത്. ഓരോരുത്തരുടെ ഹിപ്പൊക്കെ വ്യത്യസ്തമായിരിക്കും. വലിയ ഹിപ്പുള്ള ആൾക്കാർ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് അളവുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. പിന്നെ മീഡിയം സൈസ് വരുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ 11.5 എടുത്തേക്കുന്നത്. മീഡിയം സൈസിൽ നമ്മൾ 12.5 ചെസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ 13.5 നമുക്ക് ആ ഹിപ്പിൻ്റെ ആ ഒരു സൈസിൻ്റെ അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. ഇനി നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് ഈ 2 മാർക്കിങ്ങിൻ്റെയും, അതായത് ചെസ്റ്റിൻ്റെ മാർക്കിങ്ങും നമ്മുടെ ഹിപ്പിൻ്റെ മാർക്കിങ്ങിൻ്റെയും സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ചെസ്റ്റിൽ നമ്മൾ എത്രയാണോ എടുത്തത് 10.5 നമ്മൾ എടുത്തത്, അതിൽ നിന്നും കറക്റ്റ് 1 ഇഞ്ച് കുറച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ ഷേപ്പ് കൊടുക്കാൻ നേരത്തെ കറക്റ്റ് നമ്മൾ 1 ഇഞ്ച് കുറച്ച്, അവിടെ ഞാൻ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഞാൻ 10.5 കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് കുറച്ച് 9.5 ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുവാണ്. അത് മീഡിയം കാരുടെ കേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ പോർഷനിൽ 12 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ആ 12ൽ നിന്നും 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 11.5 ഇഞ്ചാണ്. 12.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണത്. അത് ഷേപ്പ് എടുത്ത് വരുമ്പോൾ നമ്മൾ 11.5 ഇഞ്ച് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെ ഷേപ്പ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഷേപ്പ് വരച്ച് വെച്ചേക്കുന്ന, അതായത് നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന എടുത്ത് നിന്ന് ഈ ഫുൾ നമുക്ക് കിട്ടുന്ന വിഡ്ത്ത് മുഴുവൻ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അതായത് ആ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന താഴത്തെ പോർഷനിൽ നമുക്ക് കിട്ടുന്ന വീതി എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ച് വീതി നമുക്ക് അവിടെ കിട്ടും. ആ 13 ഇഞ്ച് വീതിയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 13 ഇഞ്ചിലേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന 11 ഇഞ്ച്
യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഷേപ്പ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ 11 ഇഞ്ച്, അതിൽ നിന്ന് നമ്മളിത് ഈ 13 ഇഞ്ചിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുവാണേ. സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ടേപ്പ് അതിലേക്ക് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ അതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മീഡിയം വരെയുള്ള ആൾക്കാരുടെ രീതികൾ ഇങ്ങനെയാണേ. നമ്മുടെ സൈഡിലാണ് നമ്മൾ ഡിഫറൻസ് വരുത്തുന്നത്. അത് നമ്മൾ ആ സൈഡിൽ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഡിഫറൻസ് വരുത്താവുന്നതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ നെക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യണമല്ലോ. ബാക്കിൽ നമ്മൾ വി ആണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ഫ്രണ്ടിൽ നമ്മളിത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആം ഹോളും ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുവാണ്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. ആം ഹോളും ബാക്കി നമ്മളെ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് കട്ട് ചെയ്തിപ്പോൾ മാറ്റാം. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ചെയ്യും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പം അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിളായിരുന്നു പാനൽ കട്ട് ചെയ്യാനായിട്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പിന്നെ നമുക്ക് ഒരു പാറ്റേൺ ആണല്ലോ, ഇങ്ങനത്തെ പാനൽ കട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പാറ്റേൺ നമ്മൾ ചെയ്ത പോലത്തെ ഒരു ലുക്കും കിട്ടും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, നോർമൽ ചുരിദാർ കട്ട് തയ്ക്കുന്നതിനേക്കാളും സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീഡിയം വരെ ഉള്ളവർക്കുള്ള കാര്യങ്ങൾ ഞാൻ ഈ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഓവർലാപ്പ് ചെയ്ത് നമ്മൾ ഇട്ടിരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയാൻ നേരത്തെ എക്സസ് ആയിട്ട് കുറച്ച് പോർഷൻ വരും. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ കുറച്ചൊന്ന് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റാറ്. പക്ഷേ ഇത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇപ്പം തന്നെ കാണിച്ചു തരുന്നത്. എക്സസ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സൈഡിലുണ്ടല്ലോ, ഈ സൈഡ് പോർഷനിൽ ഞാൻ കർവ് ചെയ്ത് വരച്ചേക്കുന്നുണ്ടല്ലേ, ആ പോർഷനിലും നമ്മളൊരു 1.5 ഇഞ്ച് മേളിലേക്ക് കയറ്റി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ പേൾപ്പിന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും പേൾപ്പിൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ മെഷർമെൻറ്റുകളും കാര്യങ്ങളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോവാതിരിക്കാനും തുണി തെന്നി നീങ്ങാതിരിക്കാനും ഒക്കെ പേൾപ്പിൻ നല്ലതാണ്. ഞാൻ പേൾപ്പിൻ ആദ്യ കാലങ്ങളിലൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ പേൾപ്പിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് ഞാൻ അവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളൊരു 1.5 ഇഞ്ച് മേളിലേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിത് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എക്സസ് പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. അത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഈ ലൈനിങ് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് നമുക്കിനി മെയിൻ ക്ലോത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിലാണ് ഞാൻ 40 ഇഞ്ച് എടുത്തേക്കുന്നത്. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മെയിൻ ക്ലോത്ത് വരാൻ നേരത്ത് 2 ഇഞ്ച് എക്സ്ട്രാ നമ്മളിടും. അങ്ങനെയാണത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പേൾപ്പിനെല്ലാം മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ തന്നെ ഇട്ട് മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവേ. നമ്മുടെ പേൾപ്പിൻ റിമൂവ് ചെയ്തെടുത്ത് കഴിയാൻ നേരത്തെ ഇങ്ങനെയാണ്. സൈഡിലേക്കുള്ള 4 പീസ് തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിലേക്കുള്ള 2 പീസ് തുണിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് മാറ്റിയെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ സൈഡ് പോർഷൻ നമ്മൾ മാറ്റി വെക്കണം. ഇനി നമ്മൾ സെൻറ്റർ പോർഷൻ, നമ്മുടെ നെക്ക് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. ആ സൈഡ്സ് 4 പീസ് നമുക്കുണ്ട്. ആ 4 പീസ് നമ്മൾ മടക്കി മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ എടുത്തേക്കുവാണ്. ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷനാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. എപ്പോഴും നമ്മൾ തുണി മടക്കിയിടുമ്പം കൃത്യമായിട്ടിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് മടക്കുകളെല്ലാം നമ്മൾ കൃത്യമല്ലേ എന്ന് നമ്മളൊന്ന് വിരിച്ച് എപ്പോഴും ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് പോർഷൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്കിങ്ങിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമുക്ക് റെഡിയായി കിട്ടും. ഫ്രണ്ട് നെക്ക് ഞാൻ ഈ ഷേപ്പിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്ക് നെക്കിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മാർക്കിങ് മുതൽ ഇവിടെ ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഓൾറെഡി തുണി മടക്കിയിട്ടേക്കുവാണ്. ആ സെൻറ്റർ പോർഷനാണ് കേട്ടോ ഇത്.
ആ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് പോർഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഇടയ്ക്ക് അലമ്പായി പോവാണ് പറയുന്നത്. അപ്പോൾ അതെ നമ്മൾ 3 ഇഞ്ചാണ് കേട്ടോ കഴുത്തകലം എടുത്തേക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ കഴുത്തകലം 3 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിലേക്ക് ഞാൻ ഇറക്കം എടുക്കുന്നത് 6 ഇഞ്ചാണേ. 6 ഇഞ്ച് ഇറക്കം ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിൽ വി നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വി നെക്കിൻ്റെ ഇറക്കം നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ആവശ്യത്തിന് 6 ഇഞ്ച് എന്നൊക്കെ പറയുമ്പം ഒരു മീഡിയവും സ്മോൾ ടു മീഡിയംകാർക്ക് നോർമൽ സൈസാണ്. ആ 6 ഇഞ്ച് സ്മോളും മീഡിയവും ഒക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആവും. അപ്പോൾ അതെ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തതിൽ നിന്നും 6 ഇഞ്ചിലേക്ക് വി ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതെ നമ്മുടെ വി നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വി നെക്കും റെഡി ആയിട്ടുണ്ട്. നെക്കിൻ്റെ മാർക്കിംഗ് എല്ലാം സ്മോൾ ടു മീഡിയം നമുക്ക് ഈ മാർക്കിംഗ് തന്നെ എടുത്താൽ മതിയാവും. എല്ലാവർക്കും തന്നെ കറക്റ്റ് ആയിരിക്കും ഈ ഒരു മാർക്കിങ്. മീഡിയത്തിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നെക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ മാറ്റി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മുടെ സെൻറ്റർ പോർഷൻ നെക്ക് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് നെക്കും കിട്ടി നമുക്കിപ്പോൾ, ഫ്രണ്ട് നെക്കും നമുക്ക് കിട്ടി. ഇനി നമ്മൾ മെയിൻ ക്ലോത്താണ് മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് ഞാൻ 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ ലൈനിങ് അങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിലേക്കിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. 4 പീസാണ് നമ്മുടെ തുണി. ഇത് ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത്. അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഇതുപോലെ തന്നെ നോക്കി ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ എടുത്തിട്ട് കാണിച്ചു തരുന്നത്. 4 പീസ് തുണിയുണ്ട് നമുക്ക്. അത് നമ്മളിത് കൃത്യമായിട്ട് നമ്മൾ വെച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചുളിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് സെൻറ്റർ പോർഷനാണ്. നമ്മൾ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. കൃത്യമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ഞാൻ വെച്ച് കറക്റ്റ് അല്ലേ എന്ന് നോക്കുന്നുണ്ട്, എല്ലാ സൈഡും കറക്റ്റ് അല്ലേ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്തെടുത്ത പോലെ ലൈനിങ് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണിത്. പിന്നെ എക്സ്ട്രാ നിങ്ങൾ കാണുന്ന ആ ഒരു പോർഷൻ നമ്മൾ ലൈനിങ് ആണല്ലോ ആദ്യം ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തത്. ലൈനിങ്ങളെക്കാളും കുറച്ചും കൂടെ അധികം ലെങ്ത്ത് ഞാൻ ഇതിന് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ എക്സ്ട്രാ പോർഷൻ നമ്മളിങ്ങനെ നിൽക്കുന്നത്. ലൈനിങ് നമ്മൾ 40 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു 45 ഇഞ്ചാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഹൈറ്റാണ് എടുത്തേക്കുന്നത്. ഹൈറ്റൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര നീളത്തിൽ എടുക്കണം എന്നുള്ളതൊക്കെ അത് ഡിപ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് നോക്കിയെടുത്താൽ മതി. അപ്പോൾ അത് മേളത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്തെടുത്ത് അപ്പോൾ സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ നമുക്കിനി മടക്കി വെക്കാം. ഇനി സൈഡ് പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സൈഡ് പോർഷൻ ഞാൻ ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ തിരിച്ചാദ്യം ഇടുന്നുണ്ട്. സ്ട്രെയിറ്റ് പോർഷൻ നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സ്ട്രെയിറ്റ് പോർഷൻ നമ്മളെടുത്ത് മറിച്ച് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ആ വീതി കുറഞ്ഞ പോർഷൻ അപ്പം മേളിൽ വരും, വീതി കൂടിയ പോർഷൻ താഴെയും വരും. അങ്ങനെയാണ്. വീതി കൂടിയ പോർഷൻ താഴെ വന്നു, വീതി കുറഞ്ഞ പോർഷൻ മേളിൽ വന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. സ്ട്രെയിറ്റ് കണ്ടല്ലോ നിങ്ങൾ, ആ സ്ട്രെയിറ്റ് പോർഷൻ്റെ അവിടെ നമ്മൾ ലൈനിങ് എങ്ങനെയാണോ വെട്ടിയെടുത്തത് അത് തന്നെ നമ്മൾ അതിൻ്റെ മേളിലേക്ക് സൈഡ് പോർഷൻ ലൈനിങ് നമ്മൾ ആം ഹോളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതേ കട്ട് ചെയ്തെടുക്കുവാണേ. അങ്ങനെ സൈഡ് പോർഷന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സ്ലോ ആയിട്ട് നമ്മൾ കാണിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിഗിനേഴ്സിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ നല്ല സ്ലോ ആയിട്ട് കാണിച്ചാലേ അവർക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സംശയം കുറവ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും സ്ലോയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് പോർഷനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഒന്നിച്ച് വെക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളിത് ആ സെൻറ്റർ പീസും സൈഡ് പീസും കട്ട് ചെയ്തെടുത്തത് ഒന്നിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിനെന്തോരം ടോട്ടൽ ലെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഞാൻ 45 ഇഞ്ചാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കണത്. 45 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ 45 ഇഞ്ച് ഞാൻ എല്ലാ സൈഡിലും ആ വശങ്ങളിലെല്ലാം 45 ഇഞ്ച് വരുന്നത് പോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അങ്ങനെ കൃത്യമായിട്ട് അളന്നെടുത്ത് നമ്മളിതേ 45 ഇഞ്ച് എക്സസ് പോർഷനൊക്കെ ഉണ്ടാവും. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ സാധാരണ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. പക്ഷേ ഇതിപ്പോൾ കട്ടിങ് വീഡിയോ സെപ്പറേറ്റും സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റും ചെയ്യുന്നത് കൊണ്ട് കട്ടിങ്ങിൻ്റെ സംശയങ്ങളെല്ലാം ആദ്യമേ തന്നെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം സൈഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1.5 ഇഞ്ച് മേളിലേക്ക് കയറ്റി കെർവി പോലെ നമ്മൾ ആക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മളിതേ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ 1.5 ഇഞ്ച് കയറ്റി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പാനൽ കട്ടിങ്ങിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ലീവും ഒക്കെ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേ കട്ടിങ് കഴിഞ്ഞ ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുവാണ്. ഇനിയാണ് നമ്മൾ പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങിലേക്ക് വരുന്നത്. പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. ബിഗിനേഴ്സിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4ആയിട്ട് നമ്മൾ തുണി മടക്കിയിട്ടു. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. തുണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിയൊന്നും ഇരിപ്പില്ലെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 8 ഇഞ്ചാണ് ഞാനിവിടെ സ്ലീവിൻ്റെ നീളം എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ശരിക്കും 7 ഇഞ്ച് സ്ലീവാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ചെന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ്. നമ്മൾ കൈ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത്. 7 ഇഞ്ചാണ് ഞാനിവിടെ എനിക്ക് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അവരവർക്ക് ഇഷ്ടമുള്ള സ്ലീവിൻ്റെ ലെങ്ത് എടുക്കാം. എനിക്കിപ്പോൾ ഇഷ്ടം 7 ഇഞ്ച് എടുക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്തോളൂ. എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീളം 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീതി ഞാൻ ടോട്ടൽ എടുക്കുന്നത് 10.5 ഇഞ്ചാണ്. ഈ 10.5 ഇഞ്ച് വരുന്നത് സ്മോളുകാർക്കാണ്. മീഡിയംകാർക്ക് വരുമ്പോൾ ഒരു 12.5 ഇഞ്ചെങ്കിലും വേണം. ഇത് ഏകദേശം വരുന്ന അളവെന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. എൻ്റെ ചെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് 10.5 മീഡിയംകാർക്ക് 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീഡിയംകാരുടെ സ്ലീവ് വരുമ്പം പഫ് സ്ലീവ് വരുന്ന കേസാട്ടോ ഇത്. 12.5 ഇഞ്ചെങ്കിലും എടുക്കണം. അപ്പോൾ അതായത് നമ്മൾ 10.5 ഇഞ്ച് നമ്മൾ എടുത്തേക്കുന്ന സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതിൽ നിന്നും ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ നോർമൽ സ്ലീവ് വെട്ടുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അതായത് 7 ഇഞ്ചിൽ നിന്നും നമ്മൾ 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് നമ്മളിത് ഇതേപോലെ ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് ഡിഫറൻസ് ആണ് അവിടെ വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ഇഞ്ച് കുറച്ച് നോർമൽ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇനി നമ്മൾ പഫ് സ്ലീവ് വരുമ്പോൾ എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ നോർമൽ സ്ലീവ് നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ 2.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യും. 2.5 ഇഞ്ചാണിത് ഇവിടെ ഞാൻ ഡിഫറൻസ് കൊടുക്കുന്നത്. ഈ 2.5 ഇഞ്ച് നമ്മൾ മേളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് ഒരു 3 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും. സൈഡിലേക്ക് 3 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, ആ നോർമൽ സ്ലീവിലേക്ക് നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കും. ഈ എക്സ്ട്രാ വന്നേക്കുന്ന 2.5 ഇഞ്ച് ആ 2.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 3 ഇഞ്ചും സൈഡിലോട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കും. ഈ 2.5 ഇഞ്ചാണ് നമ്മുടെ പഫായിട്ട് പൊങ്ങി നിൽക്കുന്ന വശം. പഫ് സ്ലീവിന് ഒരു ചെറിയൊരു പൊങ്ങൽ വരുമല്ലോ, ആ പൊങ്ങൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതേപോലെ നോർമൽ മാർക്ക് ചെയ്തതിൽ നിന്നും 2.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. ഈ 2.5 ഇഞ്ച് എന്ന് പറയുന്നത് ചെറിയ പഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. വളരെ കുഞ്ഞ് പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് 4 ഇഞ്ച് വരെ ഇത് മേളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. അതായത് നോർമൽ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ മേളിലേക്ക് 2.5 ഇഞ്ചാണ് ചെറിയ പഫ് സ്ലീവിന് വേണ്ടി എടുത്തേക്കുന്നത്. വലിയ പഫ് സ്ലീവ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കതൊരു 4 ഇഞ്ച് വരെ നമുക്ക് കയറ്റി അത് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ യോജിപ്പിച്ച് കൊടുത്തത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് നമ്മുടെ പഫ് സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ താഴത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇത്രയും വീതിയുടെ ആവശ്യമില്ല. അതായത് സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാം. ആ ഒരു താഴത്തെ പോർഷനിൽ മാത്രമാണ് കേട്ടോ. ബാക്കി 10.5 ഇഞ്ച് നമുക്ക് ആ ഒരു വശത്ത് 10.5 ഇഞ്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമുണ്ട്. ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് അത്രയും തുണിയുടെ ആവശ്യമില്ല.
അതുകൊണ്ട് മാത്രം നമ്മൾ അതൊന്ന് സ്ലാൻഡിങ് ആക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അതേ 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സീം അലവൻസ് ആയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പഫ് സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഈ പഫ്സ് വന്നു കഴിയാൻ നേരത്ത് ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ പഫ് സ്ലീവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം സ്ലോയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി എല്ലാവരും പഫ് സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് പഫ് സ്ലീവ്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസും തരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ പാറ്റേണിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സെൻറ്ററിൽ ഞാൻ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ഞാനൊരു ബോ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് 9 ഇഞ്ച് നീളത്തിലും 13 ഇഞ്ച് വീതിയിലും നമ്മളൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെ ഇവിടെയാണ് ഇങ്ങനെ ഫ്രിൽസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് പൂർണ്ണമായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ.